everyone. ഇന്ന് ഡാഷ്ബോർഡിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം മെനുവിൽ ഡാഷ്ബോർഡിൽ പോവുകയാണെങ്കിൽ അതിൽ ടോട്ടൽ സെയിൽ, ഇന്നത്തെ ടോട്ടൽ സെയിൽ എത്രയുണ്ട് അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ക്യാഷ് സെയിൽ എത്രയുണ്ട്, ക്രെഡിറ്റ് സെയിൽ എടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഷോ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഹാൻഡ് എത്രയുണ്ട്, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഷോ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഓരോ ബാങ്കിൽ ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ ബാങ്കിൽ എത്ര എമൗണ്ട് ഉണ്ടെന്നുള്ളത് കാണിക്കും. ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സപ്ലയേഴ്സ്, ടോട്ടൽ സപ്ലയർ ഔട്ട്സ്റ്റാൻഡിങ് എത്രയുണ്ട്, സപ്ലയറിന് എത്ര കൊടുക്കാനുണ്ടെന്നാണ് ഷോ ചെയ്യുന്നത്. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് സപ്ലയറിനാണ് കൊടുക്കാനുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽസ് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ക്ലിക്ക് ചെയ്താൽ തന്നെ പേയ്മെൻറ്റ് വെച്ചിട്ട് വരുന്നു. ഏത് അക്കൗണ്ടിൽ നിന്നാണ് ക്യാഷ് എടുത്ത് കൊടുക്കുന്നത്, എമൗണ്ട് എടുത്ത് കൊടുത്ത് സേവ് ചെയ്താൽ നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിന്ന് അത്ര എമൗണ്ട് കുറയുന്നതാണ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ എത്ര ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെന്നാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ കസ്റ്റമറും എത്ര ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെന്ന് കാണിക്കും. ഈ സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ള കസ്റ്റമറും മറു സൈഡിൽ അടുത്ത കോളമായിട്ട് അഡ്വാൻസ് കിട്ടിയിരിക്കുന്ന കസ്റ്റമറും. ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ്ങിന് എമൗണ്ട് ഇവിടെയും ടോട്ടൽ അഡ്വാൻസ് റിസീവ് ചെയ്തേക്കുന്ന ലാസ്റ്റ് കോളത്തിലും ഷോ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും സർവീസ് പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ പെൻഡിങ് സർവീസുകളായിരിക്കും റിമൈൻഡേഴ്സിൻ്റെ ഉള്ളിൽ വരുന്നത്. പെൻഡിങ് സർവീസുകളായിരിക്കും അവൈറ്റിംഗ് സർവീസ് ലിസ്റ്റിൻ്റെ ഉള്ളിൽ വരുന്നത്. കാരണം ഈ രണ്ട് സർവീസുകൾ പെൻഡിങ് ആണ്. അതുപോലെ തന്നെ റിമൈൻഡേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കസ്റ്റമറിൻ്റെ അകത്ത് എന്തെങ്കിലും റിമൈൻഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിൻ്റെ അകത്തും റിമൈൻഡേഴ്സിൻ്റെ അകത്ത് കൊണ്ടുവന്ന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ ടൈമിൽ ആ റിമൈൻഡർ ആക്റ്റീവ് ആണെങ്കിൽ ഇതിൽ ഷോ ചെയ്യുന്നതാണ്.